അസ്തഗ്ഫിറുല്ലാ, ഇതൊക്കെ പെണ്ണുങ്ങളാന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കണം, എന്നാ ഞങ്ങൾക്ക് തെറ്റിട്ടാ. അങ്ങനെ 3 ദിവസം മലേഷ്യയിൽ അടിച്ചു പൊളിച്ച് ഞങ്ങൾ പിന്നെ പോയത് തായ്ലൻഡ് കാണട്ടോ. തായ്ലൻഡിലെ പട്ടായാണ് ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. പക്ഷേ പട്ടായിൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബാങ്കോക്ക് കണ്ടു പോകുന്നത്. എയർ ഏഷ്യക്കാണ് പോകുന്നത്. ബഡ്ജറ്റ് എയർലൈൻ കമ്പനിയിൽ ഏറ്റവും നല്ല സർവീസ് തരുന്ന ഒരു എയർലൈൻ കമ്പനിയാണ് കേട്ടോ എയർ ഏഷ്യ. അങ്ങനെ മലേഷ്യയിലെ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ബാങ്കോക്കിലെ ഡോൺ മ്യൂങ് ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ടു പോയത്. ബാങ്കോക്കിൽ വേറെ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരാണ് സുവർണഭൂമി ഇന്റർനാഷണൽ എയർപോർട്ട്. പക്ഷേ എയർ ഏഷ്യ സർവീസ് നടത്തിയത് ഡോൺ മ്യൂങ്ങോക്കാണ്. അങ്ങനെ ഞങ്ങൾ ബാങ്കോക്കിൽ ഇറങ്ങി നേരെ പട്ടായിക്ക് ബൈ റോഡ് പോകാൻ തുടങ്ങി. എയർപോർട്ടിൽ നിന്ന് ഏകദേശം 160 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ പട്ടായിക്ക്. അങ്ങനെ അന്നത്തെ ദിവസം ഫുള്ള് ഫ്ലൈറ്റിലും വണ്ടിയിലൊക്കെ ആയിട്ട് കഴിഞ്ഞു. അങ്ങനെ നൈറ്റാണ് കേട്ടോ ഞങ്ങൾ പട്ടായ എത്തിയത്. അങ്ങനെ പട്ടായ എത്തിയ ഉടനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് ഒരു ഷോക്കാണ് കേട്ടോ. അതിൻ്റെ പേരാണ് അൽക്കസാർ ഷോ. ഇതൊരു സ്റ്റേജ് പെർഫോമൻസ് ആണ്. തായ് കൾച്ചറും ട്രഡീഷനും ഒക്കെ പരിചയപ്പെടുന്ന ഒരു സ്റ്റേജ് ഷോ ആയിരുന്നു. ഇത് വളരെ എനർജറ്റിക് ആയിരുന്നു കേട്ടോ ഇവരുടെ പെർഫോമൻസ്. 1.5 മണിക്കൂറുണ്ട് ഈ ഷോൻ്റെ ഡ്യൂറേഷന്. പിന്നെ ആദ്യം കുറച്ച് വൾഗറായി തോന്നിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ബോറിംഗ് ആവുമെന്ന്, കാരണം ഇത്രയും ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ടേ. പക്ഷെ അവരുടെ ക്രാഫ്റ്റും പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ പിന്നെ നമുക്ക് സമയം പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ദുബായിലെ ഡെസേർട്ട് സഫാരിയിലെ ബെല്ലി ഡാൻസ് ഒക്കെ കണ്ടവർക്ക് ഇത് അത്ര വൾഗറായി തോന്നൂല. പട്ടായിക്കൊക്കെ പിന്നെ ഫാമിലിനായിട്ട് വരുമ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. പിന്നെ കൂടുതൽ നേരം കണ്ണ് നരകത്തിലാക്കണ്ട വെച്ചിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങിട്ടോ. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് മക്കളെ മുതലങ്ങനെ ഗ്രില്ല് ചെയ്ത് വെച്ചിക്കണു. ക്രോക്കഡൈൽ മീറ്റ് നല്ല സോഫ്റ്റ് മീറ്റാന്ന് കേട്ടോ കഴിച്ചവരൊക്കെ പറഞ്ഞത്. അന്ന് നൈറ്റ് പട്ടായിൽ ഫുഡ് സ്ട്രീറ്റ് ഒക്കെ അങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്തു. സോസേജും ബർഗറും നഗറ്റ്സും ഒക്കെ കണ്ടിട്ട് ചിക്കൻ വെച്ചിട്ട് മോന്താ നിൽക്കണ്ട, ഒക്കെ പോർക്ക് ഐറ്റംസ് ആയിരുന്നു കൂടുതലും. ചിക്കനാന്ന് കൺഫേം ചെയ്ത് ഞങ്ങൾ 1-2 ഐറ്റംസ് ഒക്കെ കഴിച്ചു കിട്ടാം. പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി കിടന്നുറങ്ങി. നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾക്ക് അഡ്വഞ്ചർ സ്പോട്ടിനൊക്കെ പോകാനായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ വരാം. ബൈ.